ചൈനയെ കൂട്ടുപിടിച്ച് ഇന്ത്യയെ പണിയാനിറങ്ങിയതാണ് ബംഗ്ലാദേശിന്റെ ഇടക്കാല നേതാവ് മുഹമ്മദ് യൂനിസ്. ചൈനയിലെ 4 ദിവസത്തെ സന്ദർശനത്തിന് പോയി അവിടെ നിന്ന് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയെ മുഴുവൻ ഞാൻ പൂട്ടിയിരിക്കുന്നു, ആ വടക്ക് കിഴക്കൻ മേഖലയ്ക്ക് സമുദ്ര അതിർത്തിയുമായി ഒരു ബന്ധവുമില്ല, ആ സമുദ്ര മേഖല മുഴുവൻ ബംഗ്ലാദേശിന്റെ കയ്യിലാണ്, ആ ചിറ്റകവും മേഖലയിലേക്ക് ചൈനയ്ക്ക് സ്വാഗതം, ചൈനയ്ക്ക് വേണ്ടി ഞങ്ങളുടെ രാജ്യം തീരെഴുതി തരാമെന്നൊക്കെ പറഞ്ഞ് വലിയ വീമ്പ് പറഞ്ഞു. ആ ഘട്ടത്തിൽ ഇന്ത്യ കരുതലോടുകൂടിയാണ് പ്രതികരിച്ചത്. അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ തന്നെ ഇത് അസംബന്ധമാണെന്നും പ്രകോപനപരമായിട്ടുള്ള പ്രതികരണമാണെന്നും പറഞ്ഞു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയോ ഈ ഒരു പ്രസ്താവനയ്ക്ക് മറുപടി എടുക്കാൻ പോയിട്ടില്ല. കാരണം മുഹമ്മദ് യൂനിസിന്റെ പ്രസ്താവനയെ അത്രത്തോളം ഗൗരവത്തോടു കൂടിയും പ്രാധാന്യത്തോടു കൂടിയും മാത്രമാണ് ഇന്ത്യ കണ്ടിട്ടുള്ളത്. ഒരു വില കുറഞ്ഞ ഒരു തമാശയായി ഇന്ത്യ അതിനെ കാണുന്നു. കാരണം ചൈനയുടെ കയ്യിൽ നിന്ന് എച്ചിൽ വാങ്ങി തിന്നിട്ട് ഇന്ത്യയെ അവിടെ നിന്ന് വെല്ലുവിളിക്കുകയാണ്. അതിൻ്റെ കാരണം ചൈനയുടെ പ്രീതി കിട്ടുക, ചൈന കുറച്ചുകൂടി വല്ലതും എച്ചിൽ കൊടുത്താലോ എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് അവിടെ ചൈനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ മുഹമ്മദ് യൂനിസ് ഇന്ത്യയെ വെല്ലുവിളിക്കുന്നത്. ഈ മുഹമ്മദ് യൂനിസ് ഇടക്കാല സർക്കാരിൻ്റെ നേതാവാൻ കാരണം ഇന്ത്യ കൂടിയാണ്. അന്ന് നൊബേൽ സമ്മാന ജേതാവാണ്, വലിയ വ്യക്തിയാണ്, സമാധാനപ്രിയനാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയാണ് ആ ഒരു പ്രക്ഷോഭ കാലഘട്ടത്തിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് പകരം ആ ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ തലവനായി ഈ മുഹമ്മദ് യൂനിസിനെ നിർദ്ദേശിക്കുന്നത്. എന്നാൽ പിന്നീട് കണ്ടത് കൊടും തീവ്രവാദിയെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള മതതീവ്രവാദം പ്രചരിപ്പിക്കുന്ന ഒരാളായിട്ടാണ് മുഹമ്മദ് യൂനിസിനെ കണ്ടത്. ബംഗ്ലാദേശിൽ നടന്ന ന്യൂനപക്ഷ വേട്ട, പ്രത്യേകിച്ച് ഹിന്ദു, ക്രിസ്ത്യൻ, ബുദ്ധമതക്കാർക്ക് നേരെ നടന്ന വേട്ട, അങ്ങനെ വംശഹത്യ, ഇതിനൊക്കെ പിന്നിൽ മുഹമ്മദ് യൂനിസിൻ്റെ മൗന സമ്മതമുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള മുഹമ്മദ് യൂനിസിന് ഇന്ത്യ പലതവണ താക്കീത് നൽകി. ഇപ്പോഴിതാ ചൈനയെ കൂട്ടുപിടിച്ച് ഇന്ത്യയെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. പക്ഷേ ഒരു വലിയ അബദ്ധം മുഹമ്മദ് യൂനിസിന് പിണഞ്ഞിരിക്കുന്നു. ചൈനയെ കൂട്ടുപിടിച്ച് ഇന്ത്യയെ വെല്ലുവിളിച്ച മുഹമ്മദ് യൂനിസിനെ തള്ളിക്കളഞ്ഞുകൊണ്ട്, ചവിട്ടി പുറത്താക്കിക്കൊണ്ട് ചൈന ഇപ്പോൾ പുതിയൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഇന്ത്യയുമായി ഏറ്റവും അടുത്ത സൗഹൃദമുണ്ടാക്കണം, അതിന് മറ്റൊരു വിഷയവും തടസ്സമാകരുത്. ഇന്ത്യ ചൈന നയതന്ത്ര ബന്ധത്തിൻ്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ചൈനീസ് പ്രസിഡന്റ് ഷിങ് ജിൻപിങ് ഇന്ത്യയുടെ പ്രസിഡന്റിന് അയച്ച ഒരു സന്ദേശമാണ് ഏറ്റവും രസകരം. ആ സന്ദേശം ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇന്ന് വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് വ്യാളിയും ആനയും ചേർന്നുള്ള നൃത്തം പോലെ, അതായത് ഡ്രാഗൺ നൃത്തം പോലെ ഒന്നിച്ച് ചേർന്ന് നമുക്ക് മുന്നോട്ട് പോകണമെന്നാണ്. അതായത് ഇന്ത്യയുടെ ചിഹ്നമായി ആനയെയും ചൈനയുടെ ചിഹ്നമായി വ്യാളിയെയും ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ സങ്കല്പിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും ചേർത്ത് നിന്നുകൊണ്ട് കൈകോർത്തുകൊണ്ട് നടത്തപ്പെടുന്ന ഡ്രാഗൺ നൃത്തം പോലെ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകണം. ലോകത്തിലെ പല രാജ്യങ്ങളെയും ഞെട്ടിച്ച ഒരു വാഗ്ദാനമാണ്, ഒരു പ്രതികരണമാണ്, അല്ലെങ്കിൽ ഒരു പ്രസ്താവനയാണ് ചൈനയുടെ പ്രസിഡന്റ് നടത്തിയത്. ഇന്ത്യ ചൈന ബന്ധം അത്രത്തോളം ഊഷ്മളമല്ല എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അത് പരമാവധി നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുള്ള ചിന്തയാണ് ഇപ്പോൾ ചൈനയുടെ ഭാഗത്തു നിന്നുള്ളത്. അതിൻ്റെ ഒരു പ്രതികരണം കൂടിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇപ്പോൾ ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യയുടെ പ്രസിഡന്റിന് അയച്ച കത്തിലൂടെ വ്യക്തമാകുന്നത്. ചൈനീസ് പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യയുടെ രാഷ്ട്രപതിക്കുമാണ് ഇത്തരത്തിൽ നയതന്ത്ര കത്തുകൾ നൽകിയത്. ഈ 2 കത്തുകളിലും വളരെ ഊഷ്മളമായ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും മേഖലയിൽ സമാധാനം പുലരണമെന്നും വ്യാപാര ബന്ധത്തിലൂടെ മുന്നോട്ട് പോകണമെന്നും യാതൊരു തരത്തിലുള്ള സംഘർഷവും ഇരു രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകരുതെന്നുമാണ് വ്യക്തമാകുന്നത്. നമുക്കറിയാം ഗാൽവാൻ സംഘർഷം. ആ ഗാൽവാൻ സംഘർഷത്തിലൂടെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വലിയ ശത്രുതയാണ് ഉടലെടുത്തത്. പിന്നാലെ ഘട്ടം ഘട്ടമായി ആ ശത്രുത മഞ്ഞുരുകുന്നത് പോലെ അവസാനിക്കുകയും പിന്നീട് 2024 ആകുമ്പോഴേക്കും ഇരു രാജ്യങ്ങളും തങ്ങളുടെ സേനയെ മുൻകാലത്ത് എങ്ങനെയായിരുന്നു, ഗാൽവാൻ സംഘർഷത്തിന് മുൻപ് എവിടെയൊക്കെ ആയിരുന്നോ ആ സേന നിലയുറപ്പിച്ചിരുന്നത്, ആ മേഖലയിലേക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായി. ഇന്ത്യയും ഇന്ത്യയുടെ സൈന്യത്തെ തിരികെ വിളിച്ചു, ചൈനയും ചൈനയുടെ സൈന്യത്തെ തിരികെ വിളിച്ചു. പിന്നീട് ൂഷ്മളമായ ഒരു ബന്ധമാണ് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ നടക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ചൈനയെ സംബന്ധിച്ച് ഇന്ത്യയുടെ അടിസ്ഥാന വികസനമാണ് ചൈന ഉറ്റുനോക്കുന്നത്. ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു ഇക്കണോമി, ഒരു സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യയുടെയാണ്.
അത് ചൈനയെ പോലും ഞെട്ടിച്ചതാണ്. ചൈനയുടെ മുഖപത്രം തന്നെ ഇത് സംബന്ധിച്ച് ചില ലേഖനങ്ങൾ കഴിഞ്ഞ വർഷം എഴുതി. എങ്ങനെയാണ് ഇന്ത്യ വികസിക്കുന്നത്, ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എങ്ങനെയാണ് വികസിക്കുന്നത്, ഇന്ത്യയുടെ റോഡുകൾ എങ്ങനെയാണ് വികസിക്കുന്നത്, ഇന്ത്യയുടെ റെയിൽ സൗകര്യങ്ങൾ എങ്ങനെയാണ് വികസിക്കുന്നത്. ഈ റോഡ് റെയിൽ സൗകര്യങ്ങൾ വികസിക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ വലിയ രീതിയിൽ വികസിക്കുന്നു. ആ രാജ്യത്തേക്ക് വിദേശത്തു നിന്നുള്ള നിരവധി കമ്പനികൾ എത്തുന്നു. അവർ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ നടത്തുന്നു. ആ ഇൻവെസ്റ്റ്മെന്റിലൂടെ ഇന്ത്യയിലെ വ്യാവസായിക വളർച്ച ദ്രുതഗതിയിൽ മുന്നേറുന്നു. ഇന്ത്യ വലിയ ഉൽപാദക രാജ്യമായി മാറുന്നു. ഇതൊക്കെ ചൈന അതിസൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ പോലെയുള്ള രാജ്യത്തെ പിണക്കേണ്ടതില്ല. എന്തിനാണ് അയൽ രാജ്യങ്ങളായിരുന്നു കൊണ്ട് ഇന്ത്യയും ചൈനയും ശത്രു രാജ്യങ്ങളായി നിലനിൽക്കുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായും ചൈനയുടെ ഭാഗത്തുനിന്നുണ്ട്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. അമേരിക്കയാണ് സ്വാഭാവികമായും ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ പ്രധാന ഘടകം. ഇപ്പോൾ അമേരിക്ക ചൈനയുടെ ഉൽപ്പന്നങ്ങളെ അത്ര തോതിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ചൈനയുമായി ഒരു നേരിയ അകൽച്ചയാണ് ഇപ്പോൾ അമേരിക്ക കാണിക്കുന്നത്. ഇതും ചൈനയുടെ മനസ്സിലുണ്ട്. അമേരിക്ക പോലെയുള്ള ഒരു രാജ്യം ഈ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്തില്ലെങ്കിൽ അത് ചൈനയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ്. അപ്പോൾ അതിന് സമാനമായ മറ്റൊരു സമ്പദ് വ്യവസ്ഥ കണ്ടെത്തണം. ഇന്ത്യ എന്ന് പറയുന്നത് ഏറെക്കുറെ അമേരിക്കയോട് പൊരുതി നിൽക്കാൻ തക്ക പ്രാപ്തിയുള്ള ഒരു രാജ്യമായി മാറുകയാണ്. അപ്പോൾ ഇന്ത്യയുമായി ഒരു സൗഹൃദം ഉണ്ടാക്കുക, വലിയ തോതിൽ വ്യാപാര ബന്ധം ഉണ്ടാക്കുക, ഇന്ത്യയുടെ കമ്പോളത്തെ പരമാവധി ചൂഷണം ചെയ്യുക എന്നൊരു ചിന്ത കൂടി ചൈനയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ചൈന മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യയുമായി വലിയ സൗഹൃദത്തിന് താല്പര്യമുണ്ട് എന്ന് നിരന്തരമായി പറയുന്നത്. ഇപ്പോഴിതാ ഇന്ത്യയുടെ പ്രസിഡന്റിന് അയച്ച കത്തിൽ ചൈനീസ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് ഒന്നിച്ച് ഡ്രാഗൺ നൃത്തം ചെയ്യുന്നത് പോലെയുള്ള സൗഹൃദം ഉണ്ടാക്കണമെന്നാണ്. ഇതിലപ്പുറം എന്താണ് ഒരു രാജ്യത്തിന് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നത്? നിങ്ങളോട് ഞങ്ങൾക്ക് വലിയ ആത്മബന്ധമുണ്ടാക്കാൻ താല്പര്യമുണ്ട്, നമുക്ക് കൈകോർത്ത് നടക്കേണ്ട ആവശ്യമുണ്ട്, അതിനുള്ള സാഹചര്യമുണ്ട് എന്ന് എങ്ങനെയാണ് ഇതിൽ പരം പച്ചയായി പറയാൻ കഴിയുന്നത്? അത് വ്യക്തമായി ചൈന പറഞ്ഞിരിക്കുന്നു. ഇന്ത്യ ചൈനയുടെ അതേ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. മാസങ്ങൾക്ക് മുൻപ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞ ചില പ്രസ്താവനകളുണ്ട്. ചൈനയുമായി ഒരു യുദ്ധത്തിനോ സംഘർഷത്തിനോ അല്ല ഇന്ത്യ ആഗ്രഹിക്കുന്നത്, ഊഷ്മളമായ ബന്ധം ഇരു രാജ്യങ്ങൾക്കിടയിൽ കൊണ്ടുപോകാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്ന് നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. അതിനെ ആ നിമിഷം തന്നെ ചൈനയുടെ വിദേശകാര്യ വക്താവ് സ്വീകരിക്കുകയും ആ നിലപാടിനെ പ്രശംസിക്കുകയും ചെയ്തു. അങ്ങനെ നേരിയ തോതിലുണ്ടായിരുന്ന സംഘർഷത്തിൻ്റെ ഒരു സാഹചര്യങ്ങൾ അത് മഞ്ഞുരുകുന്നത് പോലെ അവസാനിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ കാണാൻ കഴിയുന്നത്. ഈ സാഹചര്യത്തിലാണ് ചൈനയെ കൂട്ടുപിടിച്ച് ഇന്ത്യയെ വെല്ലുവിളിക്കാൻ ബംഗ്ലാദേശ് ശ്രമിച്ചത്. ബംഗ്ലാദേശിൻ്റെ ഇടക്കാല ഭരണാധികാരി മുഹമ്മദ് യൂനിസ് ശ്രമിച്ചത്. എന്നാൽ അതിന് ഇന്ത്യ നേരിട്ട് മറുപടി പറഞ്ഞില്ല. തൊട്ടു പിന്നാലെ ചൈന തന്നെ തങ്ങളുടെ നിലപാടിലൂടെ ബംഗ്ലാദേശിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ബംഗ്ലാദേശിനെ ചവിട്ടി പുറത്താക്കുന്നതിന് സമീപമാണ്. ബംഗ്ലാദേശിന് മുന്നിൽ സ്വന്തം രാജ്യത്തെ തന്നെ ഒറ്റുകൊടുക്കാനും അടിയറ വയ്ക്കാനും പോയ യൂനിസിനെ ചെവിയിൽ തൂക്കി പുറത്തു കളഞ്ഞിരിക്കുന്നു ചൈന. ഇപ്പോൾ ചൈനയുടെ നിലപാട് വന്നിരിക്കുന്നു. ഇന്ത്യ ഉറ്റ സൗഹൃദമുള്ള രാജ്യമാണ്. ഇന്ത്യയെ തള്ളി ഞങ്ങൾക്ക് ഒരു നിലപാടും വേണ്ട, ഇന്ത്യയുമായി ഒരു സംഘർഷത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇനി ഇന്ത്യയും ഞങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ പഴയകാല ചരിത്രം ചികഞ്ഞെടുത്തുകൊണ്ട് ഞങ്ങളെ വീണ്ടും തമ്മിലടിപ്പിക്കാൻ ഇനി ഒരു രാജ്യവും വരേണ്ടതില്ല. പതിയെ പാകിസ്ഥാൻ നൽകിയിരുന്ന പിന്തുണ കൂടി ചൈന പിൻവലിക്കുകയാണ്. ഇന്ത്യ ഏറ്റവും അധികം ചൈനയ്ക്കെതിരെ ഉയർത്തിയിരുന്ന ഒരു ആരോപണം, പാകിസ്ഥാനെ പല ഘട്ടങ്ങളിൽ ചൈന സഹായിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് പല സഹായങ്ങളും ചെയ്തു നൽകുന്നു. ഇത് യാഥാർത്ഥ്യമായിരുന്നതാണ്, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചൈന ചെയ്തതുമാണ്. എന്നാൽ പതിയെ ചൈന തങ്ങളുടെ നിലപാടുകളെ മാറ്റുകയാണ്. കാരണം പാകിസ്ഥാനെ ഇനി സഹായിച്ചിട്ട് കാര്യമില്ലെന്ന് ചൈനയ്ക്കറിയാം. ആകെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന രാജ്യമാണ്. ഒരു വിഭവവുമില്ല, യാതൊരു തരത്തിലുള്ള ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നില്ല, വ്യവസായമില്ല. ആകെ ഉൽപ്പാദിപ്പിക്കുന്ന തീവ്രവാദം മാത്രമാണ്. ആ തീവ്രവാദം ഉൽപ്പാദിപ്പിച്ച് അത് ഭക്ഷിച്ച് ജീവിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഇപ്പോഴോ പാകിസ്ഥാനെ നെടുകയും കുറുകയും പിളർക്കാൻ വേണ്ടിയുള്ള സംഘർഷം ആ മേഖലയിൽ നടക്കുന്നു. ഒരു ഭാഗത്ത് നിന്ന് ബലൂച്ച് ലിബറേഷൻ ആർമി അടിച്ചു കയറുകയാണ്. ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാകിസ്ഥാൻ സൈന്യം ഓടുന്നു. ആ മറുഭാഗത്ത് താലിബാൻ പാകിസ്ഥാന്റെ വലിയൊരു ഭൂപ്രദേശം പിടിച്ചെടുത്ത് അവിടെ ഭരണം നടത്തുന്നു. പാക് അധീന കാശ്മീരിനെ ഏത് നിമിഷം ഏറ്റെടുക്കാമെന്ന നോട്ടത്തോടു കൂടി കാത്തിരിക്കുകയാണ് ഇന്ത്യ. ഒരവസരം കിട്ടിയാൽ ഇന്ത്യ പാക് അധീന കാശ്മീരിനെ ഇങ്ങ് സ്വന്തമാക്കും. പിന്നെ അവശേഷിക്കുന്നത് വളരെ കുറച്ച് ഭൂപ്രദേശം മാത്രമാണ്. അങ്ങനെയുള്ള ദുർബലമായിട്ടുള്ള സാമ്പത്തികമായി തരിപ്പണമായിട്ടുള്ള പാകിസ്ഥാനെ പിന്തുണച്ചിട്ട് എന്ത് കാര്യമെന്ന് ചൈന ചിന്തിച്ചാൽ അതിൽ ചൈനയെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കേണ്ടതില്ല. പാകിസ്ഥാനെ പിന്തുണയ്ക്കാതിരുന്നാൽ ഇന്ത്യയുമായുള്ള ബന്ധം ഊഷ്മളമാകും.
ഇന്ത്യയുമായി സൗഹൃദമുണ്ടാകും. അങ്ങനെ ഈ ഏഷ്യയിലെ രണ്ട് പ്രബല ശക്തികൾ ഒന്നിച്ച് മുന്നേറുമ്പോൾ അത് അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങളെക്കാൾ മികച്ച രീതിയിൽ വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കും എന്നുള്ളതാണ് ഇരു രാജ്യങ്ങൾ കണക്കൂട്ടുന്നത്. ഇപ്പോൾ ഇതാ എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വരുന്നത്. ചൈനയെ മുൻനിർത്തി ഇന്ത്യയെ വെല്ലുവിളിക്കാൻ പോയ മുഹമ്മദ് യൂനിസിന് 8ന്റെ പണി കിട്ടിയിരിക്കുന്നു. യൂനിസിനെ ചവിട്ടി പുറത്താക്കിക്കൊണ്ട് ചൈന പറഞ്ഞിരിക്കുന്നു, ഇന്ത്യയും ഞങ്ങളും തമ്മിൽ ഭായിമാരാണ്, ഇന്ത്യയുമായി ഏറ്റവും അടുത്ത സൗഹൃദമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.